നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമത്തിൽ വന്ന ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, ആഹാ എത്ര നല്ല ഈമാനുള്ള കുടുംബം, എത്ര നല്ല ഈമാനുള്ള കുടുംബം എന്ന് പറയാനുള്ള കാരണം ആ ചിത്രത്തിലെ ആ സ്ത്രീയുടെ വേഷം തന്നെയാണ്. കാരണം അവരൊരു മതവിശ്വാസിയായിട്ടുള്ള, ഒരു ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഈമാനുള്ള കുടുംബം എന്ന് ആർക്കും കണ്ടാൽ തന്നെ തോന്നുന്ന ഒരു കുടുംബമാണ്. പക്ഷേ പിടിച്ചത് എന്തിനാണെന്ന് നോക്കൂ, 1 കിലോ MDMA ആണ്. എത്ര കോടി രൂപയുടെ സാധനമാണെന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 21 ലക്ഷം രൂപ കാശായിട്ട് പിടിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിന് മയക്കുമരുന്ന് വിറ്റിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണോ, ഗതികേടാണോ? ചിന്തിക്കണം. അല്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിനും പട്ടിണി കിടക്കേണ്ടി വരില്ല. കാരണം അങ്ങനെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ തന്നെ, അവരുടെ വിഭാഗത്തിൽ തന്നെ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരൊറ്റ പോസ്റ്റ് ഇട്ടാൽ പോലും ലക്ഷങ്ങളോ കോടികളോ അവരുടെ അക്കൗണ്ടിൽ വരും. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് പോലും സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു കൊലപാതക കുറ്റം ചെയ്ത ഒരാളെ പോലും 37 കോടി രൂപ പിരിവിട്ട് കൊടുത്ത് രക്ഷിച്ചുകൊണ്ട് വന്ന നാടാണ് ഈ കേരളം എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഒരു മുസ്ലിം കുടുംബത്തിന് ഒരിക്കലും ജീവിക്കാൻ വേണ്ടി, പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തേണ്ട കാര്യമില്ല. പിന്നെ എന്തിനായിരിക്കും അവർ ഈ പണിക്കിറങ്ങിയത്? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അതിനുശേഷം ഒരു നിഗമനത്തിലെത്തണം. 2018 ഇന്ത്യയിലല്ല, സൗദി അറേബ്യയിലെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ചാനൽ അൽ അറേബ്യ എന്ന ആ ചാനലിന്റെ ഇംഗ്ലീഷ് പതിപ്പിൽ അവരൊരു ഡോക്യുമെന്ററി അന്ന് സംപ്രേഷണം ചെയ്തിരുന്നു. ആ ഡോക്യുമെന്ററിയുടെ ക്യാപ്ഷൻ തന്നെ നാർക്കോട്ടിക് ജിഹാദ്, ഹിസ്ബുള്ളയുടെ നാർക്കോട്ടിക് ജിഹാദ് എന്നായിരുന്നു. ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന ലെബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ലെബനൻ ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു. അത് പക്ഷേ ഭൂരിപക്ഷം ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ തീവ്ര ഇസ്ലാം കൂട്ടർ അത് ആ രാജ്യം പിടിച്ചെടുക്കുകയും ഇസ്ലാം രാജ്യമാക്കി മാറ്റുകയും ചെയ്തു. അതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ പറ്റിയായിരുന്നു ഈ ഡോക്യുമെന്ററി. ഓർക്കുക, ഇത് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഏതെങ്കിലും സംഘപരിവാർ ഗ്രൂപ്പുകാർ ഇറക്കിയ ഒരു ഡോക്യുമെന്ററി അല്ല. സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഡോക്യുമെന്ററിയാണ്. ഹിസ്ബുള്ള എന്നത് ഷിയ വിഭാഗക്കാരും സൗദി എന്നത് സുന്നി വിഭാഗമാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ പരമ്പരാഗത വൈരികളാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഡോക്യുമെന്ററി അവർ പ്രസിദ്ധീകരിച്ചത്. ഇനി എന്തായിരുന്നു ആ ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ, കൊളംബിയയിലെ മാഫിയ തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന, മയക്കുമരുന്ന് രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന പാബ്ലോ എസ്കോബാർ എന്ന വ്യക്തിയാണ് ഈ മയക്കുമരുന്ന് ലെബനിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്തത്. അയാൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, അല്ലാതെ അയാൾ നാർക്കോട്ടിക് ജിഹാദ് നടത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. അയാൾക്ക് മയക്കുമരുന്ന് കടത്താണ് അയാളുടെ പണി. അയാൾക്ക് അധോലോക രാജാവായിട്ട് വിരാജിക്കണം, അതിന് കോടിക്കണക്കിന് പണം വേണം. ആ പണത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തത്. എന്നാൽ അയാളിൽ നിന്ന് ഈ മയക്കുമരുന്ന് വാങ്ങിയ ഹിസ്ബുള്ള ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള മുസ്ലിം യുവാക്കളെയാണ് ഇത് വിതരണം ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കിയത്. പക്ഷേ ഒരു കടുത്ത ഒരു നിബന്ധനയുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ മറ്റ് അമുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കൾക്ക് തുടക്കത്തിൽ ഇത് സൗജന്യമായും പിന്നീട് പണത്തിനും വിതരണം ചെയ്യുക. അത് അതേപോലെ തന്നെ അവിടെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ഒരു സോക്കോൾഡ് പ്രഭുത്വരും ഒരു ചാനലിലിരുന്നും ചർച്ച ചെയ്യാത്ത കാര്യമാണ്. കാരണം ചർച്ച ചെയ്താൽ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പറയില്ല, ഒറ്റ ഒരുത്തനും പറയില്ല. എന്തിന് BJPയുടെ നേതാക്കൾക്ക് പോലും അതിനെപ്പറ്റി അറിവില്ല. അറിവുണ്ടെങ്കിലും പറയില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അങ്ങനെ അമുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കൾക്ക് ഈ മയക്കുമരുന്നുകൾ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ അടിമയായി മാറും. അപ്പോൾ സംഭവിക്കുന്നത്, ഒന്ന്, അരാഷ്ട്രവാദികളായി മാറും. ആ ജനത അരാഷ്ട്രീയവാദികളായിട്ട് മാറും. അവർക്ക് പിന്നെ തിരഞ്ഞെടുപ്പുകളിലോ ആര് ജയിച്ചാലെന്ത്, ആര് ജയിച്ചില്ലേ എന്ത്, അതൊന്നും അവരുടെ വിഷയമല്ല. 2, നിഷ്ക്രിയരായി മാറും. അങ്ങനെ ഒരു യുവ തലമുറ അവിടെ ഉണ്ടാക്കപ്പെടും കൃത്രിമമായിട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും ഈ അരാഷ്ട്രീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ നിഷ്ക്രിയരായിട്ടുള്ളവർ, തെരഞ്ഞെടുപ്പൊന്നും അവരെ ബാധിക്കാത്തതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ പോവില്ല. അപ്പോൾ ജനസംഖ്യയിൽ ഭൂരിപക്ഷം കുറവാണെങ്കിലും മറ്റേ വിഭാഗം കൃത്യമായിട്ടും പോയി വോട്ട് ചെയ്യും. ആര് ജയിക്കും പറ? ഇങ്ങനെയാണ് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വിശ്വാസം വരുന്നുണ്ടല്ലേ? നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കൃത്യമായും തെരഞ്ഞെടുപ്പുകളിൽ എത്ര 1000 രൂപ മടക്കിയിട്ടാണെങ്കിലും ശരി, വിദേശത്തുനിന്ന് വരെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു കൂട്ടരുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് BJPയെ വലിയ വെറുപ്പാണ്, നരേന്ദ്രമോദിയെ വലിയ വെറുപ്പാണ്. എങ്കിലും ഒരൊറ്റ തെരഞ്ഞെടുപ്പ് അവർ മിസ്സാക്കാറില്ല. കൃത്യമായിട്ടും വന്ന് അവരുടെ വോട്ട് അവർ ചെയ്യും. എന്നാൽ മറ്റു ചില കൂട്ടരുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം, അന്നത്തെ ദിവസമായിരിക്കും അവർ തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്ന ഗുരുവായൂരും മറ്റുമൊക്കെ വോട്ടും നഷ്ടപ്പെടുത്തിക്കൊണ്ട്. അവർ മനസ്സിലാക്കുന്നില്ല എന്താണ് അവർ ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ കൂടിയ സംഗതിയാണ് ഞാൻ നേരത്തെ ലെബനിൽ പറഞ്ഞ കാര്യം. ഇങ്ങനെ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു വിഭാഗം യുവാക്കളെ നിഷ്ക്രിയരും അരാഷ്ട്രീയവാദികളുമാറ്റി മാറ്റുമ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ
ആ രാജ്യം ഇസ്ലാംവൽക്കരിക്കാൻ പറ്റും തുടക്കത്തിൽ. ഒരിക്കൽ അത് ഇസ്ലാംവൽക്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ജനസംഖ്യയിൽ പിന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ പോലും ഇവർ പിടിച്ചെടുക്കുന്നത്. അതൊരു 40% മുകളിലോട്ടൊക്കെ കയറുമ്പോൾ തന്നെ ഇസ്ലാംവൽക്കരിക്കപ്പെട്ട് കഴിയും, ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ ഇത് വളരെ വിജയകരമായിട്ട് ലെബനിൽ പരീക്ഷിച്ച് വിജയിച്ച സാധനമാണ് ഞാൻ ഈ പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ സംഗതി. ഇതിൻ്റെ ഒരു ചെറിയ പതിപ്പ് കേരളത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു. പക്ഷേ ചീറ്റിപ്പോയി. അതെങ്ങനെയാണ് ചീറ്റിപ്പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെബനിൽ കൃത്യമായിട്ടും പറഞ്ഞിരുന്നു നിങ്ങളിത് വിതരണം മാത്രമേ ചെയ്യാവുള്ളൂ, കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അത് അവർ അക്ഷരം പ്രതി അനുസരിച്ചു. അവർ കഴിച്ചില്ല, പകരം വിതരണം ചെയ്തു, മറ്റാളുകളെ നിഷ്ക്രിയരാക്കി, രാഷ്ട്രീയവാദികളാക്കി. പക്ഷേ ഇവിടെ എത്തിയത് എന്താണെന്ന്, ഇവിടെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ വിതരണം നടത്താൻ പോയവർ തന്നെ ആദ്യം അതിൻ്റെ ടേസ്റ്റ് നോക്കാനും ഉപയോഗിക്കാനും തുടങ്ങി. അങ്ങനെ അവർ തന്നെ ആദ്യം അഡിക്റ്റായി. അങ്ങനെ അഡിക്റ്റായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിരന്തരമായിട്ട് ചില വാർത്തകൾ കേൾക്കാൻ തുടങ്ങി. ഉമ്മയെ വെട്ടിക്കൊന്ന മകൻ, ഉപ്പയെ വെട്ടിക്കൊന്ന മകൻ, ഒരു കുടുംബത്തിലെ 6 പേരെ തന്നെ കൊന്ന യുവാവ്. ഈ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, വെഞ്ഞാറമൂട് സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ആഴ്ചയുടെ വ്യത്യാസം പോലും ഇല്ലാതെ തുടരെ വാർത്തകൾ ഇങ്ങനെ വരികയാണ്. ഇതെല്ലാം നടക്കുന്നത് ദീനി കുടുംബത്തിലാണ്. നോട്ട് ദി പോയിന്റ്, ദീനി കുടുംബങ്ങളിലാണ്. എന്തിന് കൂടുതൽ പറയാൻ, ഞാൻ ഒരിക്കൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പിതാവ് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അസുഖത്തിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ, അപ്പം ഹൃദ്രോഗികൾ കിടക്കുന്ന ഒരു വാർഡാണ്, അവിടെ പോലും ചില MDMA രാസലഹരി അടിച്ചിട്ട് ഉള്ള ആളുകളെ കയ്യും കാലും കെട്ടി ബെഡിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാർഡിലും സ്ഥലമില്ല ഇവരെ കിടത്താൻ, ചികിത്സിക്കാൻ. അഡിക്ഷൻ സെൻറ്റർ എല്ലാം ഫുള്ള്. അപ്പോൾ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇത് ഞാനൊരു 4-5 ദിവസത്തോളം ബൈസ്റ്റാൻഡറായിട്ട് നിന്നാണ്. രാത്രി ഉറങ്ങാൻ പറ്റൂല, എങ്ങനെ നമ്മൾ ഉറങ്ങും? കൈയും കാലും പിടിച്ച് കെട്ടിയാണ് ഇവരെ ബെഡിൽ കിടത്തിയിരിക്കുന്നെങ്കിലും രാത്രി ഇവർ അഴിഞ്ഞു പോയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. പിന്നെ 3-4 ദിവസം നിരന്തരമായിട്ട് ചികിത്സയ്ക്ക് ശേഷമാണ് ഇവർ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് കിട്ടാതെ വന്ന് പിന്നെ കുറേ ദിവസം ആൻറ്റിഡോട്ടൊക്കെ കൊടുത്തതിന് ശേഷമൊക്കെ ആയിരിക്കാം മാറുന്നത്. അപ്പോൾ അവർക്ക് മുൻപ് ചെയ്ത കാര്യത്തെപ്പറ്റി ഒരു ബോധമില്ല. വിളിച്ചു പറഞ്ഞ കാര്യത്തെപ്പറ്റി കൊല്ലുക, കുത്തുക, വെട്ടുക, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ്, അനുഭവിച്ച ആളാണ്. ഇത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സംഭവമാണ്. ഇതുപോലെ നമ്മുടെ മിക്ക മെഡിക്കൽ കോളേജിലും രോഗികളുടെ വാർഡാണോ ക്യാൻസർ രോഗികളുടെ വാർഡാണോ എന്ന് വ്യത്യാസമില്ലാതെ കിട്ടിയ സ്ഥലത്ത് ഒഴിവുള്ള ബെഡിലൊക്കെ ഇവറ്റകളെ പിടിച്ചിട്ട ഒരു സമയം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത്രമാത്രം ഭീകരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഇതിൽ ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞ പോലെ ദീനി കുടുംബങ്ങളായിരുന്നു. അപ്പോൾ കൈവിട്ടു പോയി. എന്തുദ്ദേശിച്ചാണോ ഇത് ഇവിടെ ഇറക്കിയത്, പക്ഷേ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കൈവിട്ടു പോയി എന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണത്തിൽ തന്നെ ഈ മുസ്ലിം സംഘടനകളെല്ലാം വളരെ സമ്മർദ്ദം ചെലുത്തിയതാണ് ഇതിനെതിരെ സർക്കാർ തലത്തിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കൈവിട്ടു പോയത് അവരുടെ കുടുംബങ്ങളാണ്. വിസ്ഡം യൂത്ത് എന്നൊക്കെ പറഞ്ഞ ഈ മുസ്ലിം സംഘടനയൊക്കെ ഉണ്ട്. അവരുടെ വാർഷിക മീറ്റിങ്ങും മറ്റും നടത്തിയപ്പോൾ അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ്, നമ്മുടെ യുവത, നമ്മുടെ സമൂഹത്തിൻ്റെ യുവതലമുറകൾ മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു, അവരെ തിരിച്ചെത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയൊക്കെ ചെയ്താണ്. അതിനുശേഷം പിണറായി സർക്കാരിൻ്റെ മുന്നിൽ ഇതിൻ്റെ കണക്കുകളും മറ്റുമൊക്കെ വന്നു. ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സംഘടനകൾ തന്നെ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ അവരനങ്ങിയില്ല. ഒരുപക്ഷെ ഇതായിരിക്കും കാരണം, വിതച്ചവർ തന്നെ കൊയ്യട്ടെ എന്ന് കരുതി കാണും, വാളെടുത്തവൻ തന്നെ വാളാൽ എന്ന് കരുതി കാണും. അങ്ങനെ അവിടെ നടന്നില്ല. ഭരണം മാറി, പുതിയ സർക്കാർ വന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ വീണ്ടും അവരുടെ കയ്യിൽ തന്നെയാണല്ലോ ഭരണം വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്വാധീനം വെച്ചിട്ട് അവർ സർക്കാർ സമ്മർദ്ദം ചെലുത്തി. സർക്കാർ അധികാരമേറ്റ ഒരാഴ്ച തികയുന്നതിന് മുന്നേ അവർ പ്രഖ്യാപിച്ച ആ ആക്ഷൻ്റെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. ആ ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ എന്തിനാണ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദീനി കുടുംബങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇന്ത്യയിൽ തന്നെ പഞ്ചാബിലും കേരളത്തിലുമാണ് ഇവർ നാർക്കോട്ടിക് ജിഹാദ് നടത്താൻ ശ്രമിച്ചത്. അത് പഞ്ചാബ് ഏകദേശം അവരുടെ കൈപ്പിടിയിലേക്ക് എത്തിയതാണ്. പഞ്ചാബ് കുറച്ചുകൂടി എളുപ്പമുണ്ട്, കാരണം പാകിസ്ഥാൻ്റെ ബോർഡറായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ഡ്രോണുകൾ വഴിയും മറ്റുമൊക്കെയാണ് കടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ വലിയ അന്വേഷണവും മറ്റും നടക്കുന്നുണ്ട്. ഒരുപാട് ഇതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തി കുറേ പേരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. കുറേ പേരെ അവിടുത്തെ RSS സംഘടനകൾ തന്നെ എന്താ പറയുക, ഈ ഖർബാപ്പസി നടത്തി മതം മാറിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് മതം മാറ്റം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഇപ്പോൾ കുറേയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ച യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ഒരു ചാനലിൽ ഒരാളും പറയത്തില്ല, പറയാനും പോണില്ല. അറിഞ്ഞാൽ കൂടിയും അവർക്കറിയാവുന്നതാണെങ്കിൽ കൂടി അവർ മിണ്ടില്ല. പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് ഞാൻ സൗദിയുടെ ഒരു ചാനലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ കയറി നോക്കാം. അവിടെ വെറുതെ ആ യൂട്യൂബിൽ കയറി നോക്കിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന അവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക,
അൽ അറേബ്യ ഇംഗ്ലീഷ് നാർക്കോട്ടിക് ജിഹാദ് ഡോക്യുമെൻ്ററി എന്ന് അടിച്ചു കൊടുത്താൽ 2018 അവർ സംപ്രേഷണം ചെയ്ത ഈ ഒരു എപ്പിസോഡ് വരും. അതിനകത്ത് പാബ്ലോ എസ്കോബാർ അടക്കമുള്ളവരെ എല്ലാം ഉണ്ട്. പല വിദഗ്ധരായിട്ടുള്ള ആളുകളും അതിനകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. സൗദി സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണ് ലെബനനിൽ ഹിസ്ബുള്ള ഇങ്ങനെയാണ് അധികാരം പിടിച്ചതെന്ന്. അപ്പോൾ സൗദി പോലുള്ള ഒരു ഇസ്ലാം രാജ്യം, മുസ്ലിം രാജ്യം തന്നെയാണ് നാർക്കോട്ടിക് ജിഹാദ് ഈ ലോകത്തുണ്ടെന്നും അതുവഴി അവർ അധികാരം പിടിച്ചിട്ടുണ്ടെന്നും തുറന്ന് സമ്മതിച്ചത്. അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് ഇനി ഇവിടെ ഏത് വ്യക്തി പറഞ്ഞാലും അത് ശരിക്കും തള്ളിക്കളയേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനെ ഉണ്ട്. അത് ഈ ലോകത്ത് പല രാജ്യങ്ങളിലും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ അത് നടപ്പിലാക്കാൻ നോക്കി പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. കാരണം നമ്മുടെ സംസ്കാരം എന്നത് അത് വളരെയേറെ ആഴത്തിൽ വേര് പിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അത്ര പെട്ടെന്നൊന്നും ഒരു വിദേശ ശക്തിക്ക് ഇവിടെ വന്നിട്ട് നമ്മളെ കീഴടക്കാനോ നമ്മുടെ സംസ്കാരം മൊത്തം മാറ്റാനോ ഒന്നും പറ്റും. നമ്മളെ കുറേ കാലമൊക്കെ അവർക്ക് അടക്കി ഭരിക്കാനൊക്കെ പറ്റും. വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നു ഈ മുഗളന്മാർ ഭരിച്ചപ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോഴൊക്കെ നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും തന്നെ അങ്ങ് മാറിപ്പോയി. ഒരുപക്ഷേ ഈ ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു സംസ്കാരവും മതവും പോലും ഇവിടെ കാണില്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യ ഇങ്ങനെ ഇന്ത്യയായിട്ട് തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടെ ആഴത്തിൽ പഞ്ഞു കിടക്കുന്ന നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരമാണ്. അതൊക്കെ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ലെബനൻ മോഡൽ ഇവിടെ പരീക്ഷിച്ചിട്ടും അത് വിജയിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ ഇങ്ങനെ തന്നെ നിലകൊള്ളുന്നതും.